അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1-ാം ഭാഗത്തിലെ 18-ാമത്തെ പാഠം. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണം തുടർന്നു. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. ഇത് കേട്ട സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ തുടങ്ങി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുകയുള്ളൂ? ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ പോയപ്പോൾ നരകം സ്വർഗ്ഗമൊക്കെ കണ്ട ഓരോ സംഭവങ്ങളുണ്ട്. അത് ആലോചിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നത്, നരകത്തിൽ കണ്ട ഭയാനകരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയും, കുറച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ചിരിക്കുകയുള്ളൂ എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മീകായിൽ അലൈഹിസ്സലാം ചിരിക്കാത്തത്? എന്തുകൊണ്ടാണ് മീകായിൽ അലൈഹിസ്സലാം ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നരകം സൃഷ്ടിച്ചതിന് ശേഷം മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടേയില്ല. നരകം സൃഷ്ടിച്ചതിന് ശേഷം നരകത്തിലുള്ള ഭയാനകത അത് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തിട്ടില്ല? നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടേ ഇല്ല എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്. അത്രയും ഭയാനകരമാണ് നരകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മീകായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് നരകത്തെ കാക്കുന്നവരാണ്, നമുക്കറിയാം. പരുഷ സ്വഭാവക്കാരനാണ്. ഒരു ദയ എന്ന് പറയുന്ന മീകായിൽ അലൈഹിസ്സലാമിൽ ഉണ്ടാവുകയില്ല. ചെറിയ കാരുണ്യമുണ്ടെങ്കിൽ കുറച്ച് ശിക്ഷ അനുഭവിച്ച് ഒന്ന് കേസിലേക്കോട്ടെ എന്നുള്ള ആ ചിന്ത ആർക്കില്ല? മീകായിൽ അലൈഹിസ്സലാമിലില്ല. നല്ല പരുഷ സ്വഭാവക്കാരനാണ് ആര്? മീകായിൽ അലൈഹിസ്സലാം, നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹു തആല പറയുന്നു, വമാ ഖറഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യവർഗത്തെയും ജിന്നുകളെയൊക്കെ സൃഷ്ടിച്ച അല്ലാഹു തആല എന്തിനു വേണ്ടിയാ? അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. എന്താണ് മഹത്തായ പ്രതിഫലം? സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളുമാണ് ലഭിക്കുക. സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളുമാണ് ലഭിക്കുക. പരലോക യാത്രയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. നാം ഈ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് പരലോക യാത്രക്കിടയിലുള്ള ഇടത്താവളം മാത്രമാണ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെ, നമുക്ക് വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്നൊരു ലക്ഷ്യത്തോടു കൂടെ ഒരു യാത്രക്കാരനെ പോലെ ആയിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത്. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. പരലോകത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ധാരാളമായിട്ട് അധ്വാനിക്കണം. നിസ്കാരങ്ങളാണെങ്കിലും സൽക്കർമ്മങ്ങളാണെങ്കിലും ധാരാളം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇഹലോകത്തിന് വിദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നുകിൽ നീ ഒരു വിദേശിയെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയായിരിക്കണം നീ ജീവിക്കേണ്ടത്. ഇഹലോകത്ത് നീ വിദേശിയെ പോലെയാവുക എന്ന് പറഞ്ഞെന്താ? ഒരു വിദേശത്തേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നൊരാഗ്രഹത്തോടു കൂടെയാണല്ലോ, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം തിരിച്ചു പോരണം എന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ അദ്ദേഹം പോവുക. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ, ഒരു യാത്രക്കാരനെ പോലെയാവുക. ഒരു യാത്ര നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം, യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ പോവുക. അതേ രൂപത്തിലായിരിക്കണം നമ്മൾ. ഒരു യാത്രയിലാണ്, ആ യാത്രയിൽ ഒരു വിശ്രമ കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആ വിശ്രമ കേന്ദ്രത്തിൽ നാം എന്ത് ചെയ്യണം? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. എങ്കിലേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇനി അല്ലാഹു തആല കൽപ്പിച്ചത് ചെയ്യണം, ഉപേക്ഷിക്കാൻ പറഞ്ഞത് വർജിക്കണം. അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയേണ്ടി വരും.
അള്ളാഹു തആല കൽപ്പിച്ചത് ചെയ്യണം, അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വർജിക്കണം. അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയേണ്ടി വരും. ഏതാ 4 ചോദ്യങ്ങൾ? സമയം എന്തിന് ചെലവഴിച്ചു? നിനക്ക് തന്ന സമയം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അറിവ് കൊണ്ട് എന്ത് ചെയ്തു? നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് നീ എന്താ ചെയ്തത്? അമല് ചെയ്തു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരും. ധനം എങ്ങനെ സമ്പാദിച്ചു? ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമായ മാർഗത്തിലൂടെയാണോ സമ്പാദിച്ചത്? അവിടെ ചോദ്യം വരും. എന്തിന് ചെലവഴിച്ചു? ആ സമ്പത്ത് നീ ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്ന് നിന്നോട് എന്ത് ചെയ്യും? നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആർക്കും ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാൻ ഇടവന്നേക്കാം. ശൈത്താൻ്റെ ശിറിൽപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാൻ ഇടവന്നേക്കാം. അപ്പോൾ തൗബ ചെയ്യണം. തൗബയെ തൊട്ട് നാം എന്ത് ചെയ്യണം? തെറ്റുകളെ തൊട്ട് നാം എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? മാപ്പ് നൽകും. അല്ലാഹു തആല കാരുണ്യവാനാണ്. അല്ലാഹു തആല കാരുണ്യവാനാണ്, ദയാലുവാണ്. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗം നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ആ തെറ്റുകളെ നാം പൊറുപ്പിക്കണം. എന്നിട്ട് കൂടുതൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. എങ്കിലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവെ, തെറ്റുകളും പാപങ്ങളും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ആമീൻ. അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, ആമീൻ. ശിക്ഷയുടെ ഭവനമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, ആമീൻ. ഹാസിബു ഖബലാൻ തുഹാസബു, നിങ്ങൾ വിചാര ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആത്മവിചാരണ നടത്തുക. നിങ്ങളെ പരലോകത്ത് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം അതെങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെന്ത് ചെയ്യണം? ഒരാത്മവിചാരണം ഓരോ ദിവസങ്ങളിലും നമ്മളെന്ത് ചെയ്യണം? നടത്തണം. അതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റഉ നഫം വായിച്ച് മനസ്സിലാക്കാൻ. അലിമ അറിഞ്ഞു, ലഹിക ചിരിച്ചു, ഖലീല് അതിൻ്റെ വിപരീതം എന്താണ്? കസീർ. ഖലഖ സൃഷ്ടിച്ചു, ആമില പ്രവർത്തിച്ചു. ബാക്കിയുള്ള വാക്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1. അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയണം. 2. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. 3. നായയ്ക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാളെ സ്വർഗത്തിലാക്കി. 4. സ്വർഗം അനുഗ്രഹത്തിൻ്റെ ഭവനമാണ്. 5. നരകം ശിക്ഷയുടെ ഭവനമാണ്. 6. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇനി അടുത്തത് നുത്തർജിമു. മൂന്നാമത്തത് നുത്തർജിമു. അതിൽ 2 കൂടെ ഉണ്ട്. ഏഴാമത്തത് പൂരിപ്പിക്കാനുള്ളത് 7. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക? ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 8. പിന്നെ നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡാഷ് ചിരിച്ചിട്ടില്ല. ആര് ചിരിച്ചിട്ടില്ല? ബഹുമാനപ്പെട്ട മലക്കാകുന്ന മീക്കായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. അത് 2 അവിടെ ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തതിന് ഉത്തർജിമു ഇലാ ലുഗത്തിന, അർത്ഥം ഇതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. 2. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറ, ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. അടുത്ത കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് വആബിർ സബീൽ, ഇഹലോകത്ത് നീ വിദേശിയെപ്പോലെ യാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. അടുത്തത് അറബി ആക്കാനാണ്. സ്വർഗം ഓരോന്നിൻ്റെയും അറബി എഴുതണം. സ്വർഗം അൽ ജന്ന, നരകം അന്നാറ്, കരഞ്ഞു എന്ന ബക്ക, ചിരിച്ചു ലഹിക മനുഷ്യൻ, ഇൻസാന് അത് സൃഷ്ടിച്ചു, ഖലഖ യാത്രക്കാരൻ, ആബിറു സബീൽ വിദേശി, ഗരീബ് ഇഹലോകം, അദ്ദുന്യ പരലോകം, അൽ ആഖിറ. ഇനി 5. നുജീബ് ഉത്തരം എഴുതാനാണ്. 1. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ആൻസർ സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും. 2. ഇഹലോകവും പരലോകവും തമ്മിലുള്ള ബന്ധമെന്ത്? ഇഹലോകത്തുള്ള ജീവിതം അനുസരിച്ചായിരിക്കും പരലോകത്തുള്ള ജീവിതം. 3.
സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ കാരണമെന്ത്? ആൻസർ: ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ. 4. പാപങ്ങൾ ചെയ്താൽ അവ പൊറുപ്പിക്കാനുള്ള മാർഗമെന്ത്? ആൻസർ: തൗബ ചെയ്യുക. 5. അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്, അവൻ്റെ കാരുണ്യത്തിന് ഒരു ഉദാഹരണം എഴുതുക. പാഠത്തിലുള്ളത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ ഒരാൾക്ക് സ്വർഗം നൽകി. ഇനി തഖ്സീസാണ്. തഖ്സീസ് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രസംഗം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന വിഷയത്തിൽ ഒരു അല്പം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം ഇവിടെ തയ്യാർ ചെയ്തു തന്നതും ഈ ഭൗതിക ലോകത്ത് ആനന്ദിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നാം സൃഷ്ടിച്ചത്. സത്യവിശ്വാസിക്ക് സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും ലഭിക്കുകയും സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളാണ് ലഭിക്കുക. പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. സമയം എന്തിന് ചെലവഴിച്ചു? അറിവ് കൊണ്ട് എന്ത് ചെയ്തു? ധനം എങ്ങനെ സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആർക്കും ഖിയാമത്ത് നാളിൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പിശാചിൻ്റെ കെണിവലയിൽപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ നാം തെറ്റുകൾ ചെയ്തേക്കാം. തെറ്റുകൾ ചെയ്താൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു തആല മാപ്പ് നൽകും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ വർജിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.